ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാരെ കണ്ണീര് കുടിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്കുള്ള 150ഓളം യാത്രക്കാരെ ഒരു പകൽ മുഴുവൻ വിമാനത്താവളത്തിലിരുത്തി. പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ യാത്ര പോലും മുടങ്ങി. പ്രതിഷേധം ശക്തമായപ്പോൾ യാത്രക്കാരെയെല്ലാം ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദുബായിൽ നിന്ന് സുരേഷ് വെളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയത് എന്നിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ വാപ്പായ വാപ്പ മരിച്ചു കിടക്ക നേരത്തെ പറഞ്ഞിട്ട് വേറെ ഫ്ലൈറ്റ് പിടിച്ചു പോയല്ലേ. വെതർ കണ്ടീഷൻ അത് ഒരു കുഴപ്പമില്ല, എല്ലാ എയർപോർട്ടിൽ പോകുന്നുണ്ട്. ഇത്രയ്ക്ക് ദയനീയമായിരുന്നു വിമാനത്താവളത്തിലെ അവസ്ഥ. കലങ്ങിയ കണ്ണീരുമായാണ് യാത്രക്കാർ വിമാനത്താവളത്തിൽ കാത്തുനിന്നത്. രാവിലെ 6:05 തിരുവനന്തപുരത്തേക്കുള്ള IX 530 എന്ന് പറയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്തു നിന്നും ഇങ്ങോട്ട് വരുന്ന വിമാനം മോശം കാലാവസ്ഥ മൂലം റാസൽ ഖൈമയിൽ ഇറക്കി. അതുകൊണ്ട് വിമാനം വൈകുമെന്നാണ് ഇവർക്ക് ആദ്യം ലഭിച്ച അറിയിപ്പ്. അതിനുശേഷം 7:30 പുറപ്പെടുമെന്ന് പറഞ്ഞു. പിന്നീട് അത് 10 മണിയാക്കി. ഒടുവിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇവരെ മറ്റൊരു വിമാനത്തിൽ, മുംബൈയിലേക്കുള്ള വിമാനത്തിൽ കയറ്റി. ആ വിമാനത്തിൽ മുംബൈയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും കേരളത്തിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 3 മണിക്കൂറോളം ഇവർ വിമാനത്തിൽ തന്നെ ഇരുന്നു. പച്ചവെള്ളം പോലും ലഭിച്ചില്ല. 2 വയസ്സുള്ള കുട്ടി അടക്കം അതിലുണ്ടായിരുന്നു. അത്രത്തോളം അവരൊക്കെ ദുരിതം അനുഭവിച്ചു. ഒടുവിൽ ഈ വിമാനം മോശം കാലാവസ്ഥ എന്ന് പറഞ്ഞ് പുറപ്പെടാതിരിക്കുകയും പിന്നീട് ക്യാബിൻ ക്രൂവിന്റെ ജോലി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരെയും പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. അപ്പോഴും ഇവർ ബഹളം വെച്ചു. ഒടുവിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായിരുന്ന പോലീസ് ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. പിന്നീടാണ് ഇവരെ ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ദുബായ് വിമാനത്താവളത്തിനകത്ത് തന്നെയുള്ള ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് മാറ്റി. അതിനുശേഷം അവരെ നാളെ രാവിലെ 7:30 തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ കയറ്റി അയക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് പുലർച്ചെ 3 മണിക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. ഇനി നാളെ മാത്രമേ ഇവർക്ക് കേരളത്തിലേക്ക് പുറപ്പെടാൻ കഴിയുള്ളൂ. അതിദയനീയമാണ് അവസ്ഥ. പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ട അദ്ദേഹമൊക്കെ ഒടുവിൽ അവിടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞതുകൊണ്ട് ഇനി നാട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് യാത്ര പോലും റദ്ദാക്കി.